ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വലിയ പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ടൂറൊന്നും പോയിട്ടുണ്ടായില്ല. ഫുഡ് ഉണ്ടാക്കി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഓരോരുത്തരെ ക്ഷണിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെരുന്നാൾ ഷേഖാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് മാളിക്കുന്നിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പെരുന്നാൾ നമ്മൾ ഷേഖാൻ്റെ വീട്ടിൽ ആഘോഷിച്ചിട്ട് ആദ്യമൊക്കെ നമ്മൾ രണ്ടാം പെരുന്നാളാണ് മാളിക്കുന്നിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെമീർ വന്നതുകൊണ്ടും പിന്നെ മോനൂന് ലീവ് ഫസ്റ്റ് പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ടും കൂടി ഞങ്ങൾ ഒന്നാം പെരുന്നാൾ തന്നെയാണ് ഞങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാളിക്കുന്നിൽ. അപ്പോൾ ഫസ്റ്റ് പെരുന്നാളിന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്കും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കൊക്കെ ഫുഡ് വിളമ്പാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ബിരിയാണി മാത്രമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ഒന്നാം പെരുന്നാൾക്ക് തന്നെ എല്ലാവരും വീട്ടിൽ കൂടിയും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ അവിടെ ഫുഡ് വെച്ച് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറച്ച് ബിരിയാണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാത്തൂനാണെങ്കിലും നാത്തൂൻ്റെ കുട്ടി പ്രസവിച്ച് കിടക്കായതുകൊണ്ട് തന്നെ വരാൻ പറ്റൂല. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും അവിടെ വലുതായിട്ടില്ല. നാത്തൂനും കുട്ടികളൊക്കെ വരുന്നൊരു ടൈമാണെങ്കിൽ നമ്മൾ ടൂറൊക്കെ പ്ലാൻ ചെയ്ത് വെറുതെ അടിച്ചു പൊളിച്ച് അവിടെ നല്ല രസമായിരിക്കും കേട്ടോ. അവരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും ഉഷാറില്ലാത്തത്. പിന്നെ നമ്മൾ സാജി ഞാനും കൂടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കമ്മിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു അവിടെ മങ്ങൽ വന്നതാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഉച്ച ടൈം ആയപ്പോഴത്തേക്കും മാളിക്കുന്നും എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നേരത്തെ ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കഴിച്ചങ്ങാണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. പക്ഷേ വന്ന വീഡിയോയും നമ്മൾ ഇവിടെ എത്തിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ ആ വന്ന ടൈമിൽ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഷമീർ കാക്കും ഷാക്കയും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പെരുന്നാളായിട്ട് ഓരോ വീടുകളിൽ കൂടി ഞങ്ങൾ പോണ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം പോലെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ മോനോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓല് വന്ന് കുറച്ച് നേരം ഓനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കാണ് ഓൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൻ കസിൻസിൻ്റെ കൂടെ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാ വീടുകളിൽ കൂടിയും പോയി. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ചെറിയ പെരുന്നാൾക്കും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് പെരുന്നാൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഗസ്റ്റ് ആമിക്കുട്ടിയാണ് കേട്ടോ. ആമിക്കുട്ടിനെ ഏകദേശം ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും. കാരണം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ അവളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ്. ആമിക്കുട്ടി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. തൊട്ടടുത്ത വീട്ടിലാണ്. അപ്പോൾ ആമിക്കുട്ടി ഉണ്ടായിരുന്നു. അവിടുന്ന് 2-3 ആൾക്കാർ നമുക്ക് ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൽക്കൊക്കെ ഫുഡ് കൊടുത്തു. അവൾ നല്ല സംസാരിക്കും, നല്ല ഇംഗ്ലീഷാണ് സംസാരിക്കുക ആൾ. പക്ഷെ ഇപ്പോൾ ഏകദേശം മലയാളമൊക്കെ ആവൽ തുടത്തിയിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയം സ്കൂളിലോ അങ്ങനെ എന്തോ ചേർത്തിട്ട് അങ്ങനെ മലയാളമൊക്കെ പറയാൻ തുടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഇംഗ്ലീഷുകാർ മലയാളം പറയുന്ന രൂപത്തിലാണ് പറയുക. കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഓള് അവിടെ ചേച്ചിയുടെ മകളെ കുട്ടിയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഓള് ഓടി വരും വീട്ടിലേക്ക്. അവിടെ വന്ന് കുറേ നേരം കളിക്കും, നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് ഓളിങ്ങനെ വർത്താനം കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആൾ ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ നടന്നിട്ടില്ല. ഞാനിങ്ങനെ പറയാനല്ലത് നമ്മളെ വീഡിയോയിലൊന്നും അത് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആൾ ഇംഗ്ലീഷ് പറയണത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് പോലെ ഇറങ്ങി. തൊട്ടടുത്ത് നമ്മൾ ആ കാണുന്ന വീട് തന്നെയാണ് കേട്ടോ. തൊട്ടടുത്ത വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിനായാലും എന്ത് വിഷു ആയാലും എന്ത് സംഭവം ഉണ്ടെങ്കിലും എന്ത് സ്പെഷ്യലായിട്ടുണ്ടെങ്കിലും നമുക്ക് അവരിങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഒക്കെ അങ്ങനെ കൊടുക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ അത്രക്കും നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. നമ്മളൊരു അയൽവാസി എന്നല്ല, ഫാമിലി പോലെ തന്നെയാണ്. അങ്ങനെ മോനുവിൻ്റെ ഫ്രണ്ട്സ് വന്നവരൊക്കെ പോയി. പിന്നെ അടുത്തത് നമ്മൾ ഷമീർ കാക്കു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈഫിൻ്റെ സിസ്റ്റർ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആൾ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെരുന്നാൾ കൂടി വന്നതുകൊണ്ടാണ് ആളെ കൂടെ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റിയത്. കാരണം എന്നും നാട്ടിലുള്ള ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ പോലെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കല്യാണം ആയതുകൊണ്ടാണ് തിരക്കുകളായിരിക്കുമല്ലോ, ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോണത്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും കാണാലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് പറഞ്ഞയക്കുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഞങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും കാണുമല്ലോ. കല്യാണമൊക്കെ അടിച്ച് പൊളിക്കാന്നുള്ള ആ ഒരു വൈബിലാണ് ഞങ്ങളങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഓലയൊക്കെ യാത്രയാക്കി വന്നിട്ട് ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ട്, പക്ഷെ ഒന്നും പുറത്ത് വരാത്ത റീൽസായിരിക്കും. എഡിറ്റിങ്ങൊക്കെ നമ്മളെ രണ്ടാമത്തെ ബ്രദറായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പുറത്ത് വരില്ല. പിന്നെ ഞങ്ങൾ റീൽസൊക്കെ എടുക്കൽ കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. വേറെ എവിടെയും ഞങ്ങൾക്ക് ടൂറ് പോകാനോ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടുപിടിച്ചില്ല. ഞങ്ങൾ പുഴയിൽ പോയി കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ട്
പുഴയിൽ പോയി. തൊട്ടടുത്ത് തന്നെയാണ്, നമ്മളെ മൂത്തമ്മാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. മൂത്തമ്മാൻ്റെ വീട് വന്നിട്ട് തിരുവിഴാങ്കുന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ പുഴ. നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ അവിടെ കുട്ടികളെയും കൊണ്ട് പോയി ഓലെ കുറച്ച് നേരം നീന്തലൊക്കെ പഠിപ്പിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് സിമ്പിളായിട്ട് ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ടൂർ പോയോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.